നമ്മൾ പലപ്പോഴും ലഹരി പദാർത്ഥങ്ങളുമായി ചേർത്ത് വായിക്കുന്നത് യുവതലമുറയെ മാത്രമാണ്. ആ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്, ആ ഒരു കാഴ്ചപ്പാടിൽ ഒരു ചെറിയ മാറ്റം വരണം എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നമ്മൾ ഈ പറയുന്ന 10 വയസ്സിനും 13 വയസ്സിനും ഇടയ്ക്കുള്ള കുഞ്ഞുങ്ങൾ അതിന് അടിമപ്പെടണം എന്നുണ്ടെങ്കിൽ അവർ സ്വമേധയാ ഈ ഒരു കെണിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു കുഴിയിലേക്ക് ഇറങ്ങിച്ചെല്ലുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അപ്പോൾ എവിടെയാണ് നമ്മുടെ ഇടയിൽ തന്നെയുള്ള, അതായത് നമ്മുടെ തന്നെ തലമുറക്കാരായിട്ടുള്ള മുതിർന്നവർ എവിടെയാണ് ഇതിന്റെ ഇടയിൽ ഈ വേല കാണിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടെത്തിയേ മതിയാകൂ. പലപ്പോഴും ലഹരിക്ക് ഇരയാകുന്നവരാണ് അതിന് ഏറ്റവും കൂടുതൽ വെളിച്ചം വീശുന്നവരായും നിൽക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇന്നും. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മൾ പുതിയ തലമുറയെയും എല്ലാവരെയും തീർച്ചയായിട്ടും ഇതിൽ നിന്നും ഭദ്രമായി കാത്തുരക്ഷിക്കണം എന്നുള്ളത് നമ്മുടെ ചുമതല തന്നെയാണ്. പക്ഷെ അങ്ങനെ ഇരിക്കലും നമുക്ക് ചുറ്റുമുള്ള നമ്മൾ കാണുന്ന ഓരോ മുതിർന്ന വ്യക്തിയും എങ്ങനെയാണ് ഇതിന് ഒരു മാർഗമായി മാറുന്നത് എന്നുള്ളത് നമ്മൾ സസൂക്ഷ്മം ശ്രദ്ധിക്കുകയും കൃത്യസമയത്ത് തന്നെ സർക്കാരിൽ എക്സൈസിനാണെങ്കിലും പോലീസിനാണെങ്കിലും മറ്റാർക്കാണെങ്കിലും വിവരങ്ങൾ നൽകുകയും ചെയ്യണം എന്നുള്ളത് അതിപ്രധാനമാണ്. ആ ഒരു കാര്യം കൂടി നമുക്ക് പ്രേക്ഷകരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഡോക്ടർ ദിവ്യ, ഞാൻ താങ്കൾ പറഞ്ഞ പോയിന്റ് എടുക്കുന്നു. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ കുട്ടികളെ മാത്രം നമുക്ക് ഇതിനകത്ത് അവർ ഇരകളാക്കപ്പെട്ട, അല്ലെങ്കിൽ ആ പദം ഏത് രീതിയിൽ ഉപയോഗിച്ചാലും ഏതായാലും അതിൽ പെട്ടുപോകുന്ന കുട്ടികളെ മാത്രം കേന്ദ്രീകരിച്ചല്ല ഇത് മാറ്റാൻ അല്ലെങ്കിൽ തടയാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ, നീക്കങ്ങൾ നമ്മൾ നടത്തേണ്ടത് എന്ന് താങ്കൾ പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു.